ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട്, പിന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. പൊല്യൂഷൻ എടുക്കാനുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ് നടത്തി എടുക്കാനുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കാരണം ബ്രേക്ക് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിലെ ബ്രേക്ക് ലൈനർ കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ ഒറിജിനൽ ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഈ ഹബിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ആ ലൈനർ വന്ന് പറയുന്ന ഭാഗത്ത് സ്ക്രാച്ചസ് വന്നതിനുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലൈനർ മാറ്റിയിട്ടാലും നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ തൽക്കാലം ഈ ലൈനർ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. ഈ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ലെയ്ത്തി കയറ്റി കട്ട് ചെയ്യണം. ലെയ്ത്തി കയറ്റി കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ഭാഗം എടുത്തു പോകും. അപ്പോൾ ബ്രേക്ക് ക്യാമ് നമ്മൾ തിരിച്ചൊക്കെ ഇട്ട് ഉപയോഗിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ലൈനർ എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ ഡ്രം എന്നാ പറയാം. ആ ഡ്രമ്മ് ലെയ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ ലൈനർ ഇട്ട് എങ്ങനെയാണ് നമ്മുടെ പുതിയ വണ്ടിക്കൊക്കെ ബ്രേക്ക് ചെയ്യണം എങ്ങനെയാണോ അതേ കംഫർട്ടായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് പഴക്കം കൊണ്ട് വന്നേക്കണ കേസാണ്. തന്നെയല്ല ഇതേപോലത്തെ കുറഞ്ഞ ലൈനറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരയുമ്പോൾ വരുന്ന പൊടിക്ക് അന്യായം അരായിരിക്കും. അത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ലൈനറിൻ്റെ ഹബിൻ്റെ ഇടയിൽ വന്ന് കിടന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ആ സൗണ്ട് കേൾപ്പിക്കണേ. അത് ഒരഞ്ഞിട്ടാണ് ആ സൗണ്ട് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ. തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തിടാം. തൽക്കാലം സൗണ്ട് മാറും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വരും. വേറെ ഓപ്ഷനില്ല. മാക്സിമം നമുക്ക് ചെയ്യാവുന്നത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിടാം. അതിന് ശേഷം ഡ്രമ്മ് ലെയ്ത്ത് കയറ്റി കട്ട് ചെയ്ത് മാറ്റി പുതിയ ഡ്രമ്മ് പിടിപ്പിക്കുക. അതാണ് ഒരു ശാശ്വത പരിഹാരമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ഒന്ന് ലൂസ് ഉണ്ട്, ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം. ബ്രേക്ക് ക്യാമൊക്കെ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ഷോക്ക് അബ്സർ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അവിടെ ലീക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു തെറിപ്പ് ബാക്ക് സൈഡിൽ നിന്നുണ്ട്. അപ്പം നമ്മൾ ചെയിൻ എങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്തിയാലും ബാക്ക് ഷോക്ക് ആക്ഷൻ കൂടുതലായതുകൊണ്ട് ചെയിൻ വലിഞ്ഞു പോകും. ചെയിൻ്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല. പരമാവധി ഉപയോഗിക്കാതിന് ശേഷം ബ്രേക്ക് ഷോക്കപ്പ് എടുത്ത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. മാറ്റുമ്പോൾ 2 കൂടി മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം ലൈനർ നമ്മൾ അഴിച്ചു, ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചു. അത് കമ്പനി ലൈനറാണ് കിടക്കണേ. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ബാക്കിലത്തെയാണ് ആ പ്രോബ്ലം കേട്ടോ. അത് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. അതിന് ശേഷം മാറ്റി കളയാം. ഇപ്പോൾ ഞാനതിൻ്റെ ഏകദേശം അതായത് എഞ്ചിൻ ഓയിൽ, വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റാം, ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതെല്ലാത്തിൻ്റെ ലേബർ ചാർജും പാർട്സിൻ്റെ എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. ഇപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. നമുക്കൊരു 6 മണിക്ക് ആവും കംപ്ലീറ്റ് ആവും. വാഷിംഗ് അടക്കം കഴിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 6 മണിക്ക് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ വരുമ്പോൾ ആ ചെയിൻ കവറിൻ്റെ ഭാഗം കൂടി കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് അടിയിലത്തെ ചെയിൻ കവർ ഇല്ലല്ലോ, അതും കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും ഈ മഴയത്താണ് കൂടുതലും ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് വരാം. പരമാവധി വെള്ളം അതിലേക്ക് ചെല്ലാതിരിക്കാനായിട്ട് കവർ സഹായിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ.